വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. അത്ഭുത കാഴ്ചയായി വാഴത്തണ്ടിൽ വിരിഞ്ഞ വാഴക്കുല. കാലാമ്പൂർ ക്ഷേത്രമുറ്റത്ത് വിസ്മയമൊരുക്കി പ്രകൃതി. പ്രകൃതിയുടെ വിസ്മയങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിന് തെളിവായി കാലാമ്പൂർ തൃപ്പൂരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവളപ്പിൽ നിന്ന് ഒരു അപൂർവ കാഴ്ച. സാധാരണ വാഴയുടെ മുകളിൽ നിന്ന് കുല പുറത്തേക്ക് വരുന്നതിന് പകരം വാഴത്തണ്ടിന്റെ മധ്യഭാഗം പിളർന്നുകൊണ്ട് ഒരു വാഴക്കുല പുറത്തേക്ക് വളർന്നിരിക്കുന്നു. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്കും നാട്ടുകാർക്കും ഇപ്പോൾ ഈ വാഴക്കുല ഒരു അത്ഭുത കാഴ്ചയാണ്. കഴിഞ്ഞ മാസം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്റ്റേജ് നിർമ്മാണത്തിനായി ഈ വാഴ വെട്ടിക്കളയാൻ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ വാഴത്തണ്ടിന്റെ വശത്തു നിന്നും മധ്യഭാഗത്തായി കുല മുളപൊട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആ ഉദ്യമം ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് ഇത് കൃഷി ചെയ്ത കല്ലേലുമന നീലകണ്ഠൻ നമ്പൂതിരി പറഞ്ഞു. പ്ലേതാണ് വെട്ടിക്കളയെന്ന് വിചാരിച്ചു, പിന്നെ വെട്ടുണ്ടായില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് കൊല വരുന്ന പോലെ തോന്നി. അപ്പം എന്താ ഒരു ഭംഗിയാണല്ലോ, കളയണ്ട, അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഉത്സവത്തിൻ്റെ പരിപാടിയൊന്നും വെട്ടിക്കളയാൻ ഞാൻ പറഞ്ഞതാ. അയാൾ പറഞ്ഞു വേണ്ട, അവിടെ നിൽക്കട്ടെ, വെറുതെ ഭംഗിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കളയാണ്ട് നിർത്തിയിരുന്ന. കായകൾക്കിടയിൽ വാഴക്കുടപ്പൻ ഒളിപ്പിച്ചു വെച്ച രീതിയിലാണ് ഈ അപൂർവ കലയുടെ വളർച്ച. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരനായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നീലകണ്ഠൻ നമ്പൂതിരിയുടെ ഹോബിയാണ് കൃഷി. മുൻപും തന്റെ വീട്ടുമുറ്റത്ത് ഇലകളില്ലാതെ വാഴക്കുല ഉണ്ടായ അനുഭവം അദ്ദേഹത്തിനുണ്ട്. ഇതുപോലെ നമ്മുടെ മുറ്റത്ത് പോലെ ഒടിഞ്ഞു പോയിട്ട് താഴെ വെട്ടിക്കളഞ്ഞപ്പോൾ പിന്നെ കൊലയാണ് വന്നത്. ഇലയൊന്നും ഉണ്ടായില്ല, കൊലയായിട്ട് വന്നു. അത് പിന്നെ ഈ നിലത്ത് ആയതുകൊണ്ട് മഴ വെള്ളമൊക്കെ കെട്ടിയിരുന്ന് അത് ചീഞ്ഞു പോവുകയുണ്ടായി. എങ്കിലും ഭഗവാന്റെ നടയിൽ കൃഷി ചെയ്ത വാഴയിൽ ഇത്തരമൊരു പ്രതിഭാസം കണ്ടത് ഒരു നിമിത്തമായാണ് അദ്ദേഹം കണക്കാക്കുന്നത്. തൃപ്പൂരത്ത് കണ്ണനെ നീതിക്കാനായി പഴങ്ങൾ കൊണ്ടുവരുന്ന ഭക്തർക്ക് ഈ കാഴ്ച വലിയൊരു വിരുന്നായി മാറിയിരിക്കുകയാണ്. കൃത്യസമയത്ത് ആ വാഴ വെട്ടാതിരുന്നത് കണ്ണന്റെ നിശ്ചയമാകാമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഏതായാലും പഴുത്തു പാകമാകുമ്പോൾ ഈ അത്ഭുത കുല ഭഗവാന് തന്നെ നിവേദ്യമായി സമർപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.